എടാ എന്റെ ആധാരം ഉണ്ടടാ, അത് മാത്രം മതി ഈ സ്ഥലം എന്റെ തെളിയിക്കാൻ. താന്നിപ്പോടോ ഒരു ആധാരം കൊണ്ടുവന്നത്. എൻ്റെ അച്ഛൻ തൻ്റെ അച്ഛന് കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ സ്ഥലമാണ്. തിളക്കലടാ. എന്റെ അച്ഛൻ ആർക്കും സ്ഥലമൊന്നും വിറ്റിട്ടില്ല, നിങ്ങൾക്കും വിറ്റിട്ടില്ല. അതിന്റെ ഗതികേടൊന്നും ഞങ്ങക്ക് വന്നിട്ടില്ലടാ. ഡോഡോടോ സ്ഥലം തരാന്നും പറഞ്ഞ പൈസ മേടിച്ച എൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് പോടാ മാക്രാജി മോറ. നിന്റെ അച്ഛനെന്ന് മേടിച്ച കാശൊക്കെ മാന്യായിട്ട് എന്റെ അച്ഛൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുമ്മ പിടിച്ചു കയറി വന്റെ ഡോഡോ മര്യാദക്ക് സംസാരിച്ചാൽ കിട്ടൂട്ടോ. നിങ്ങളൊന്ന് അടങ്ങ് മനുഷ്യ, അതൊക്കെ നമുക്ക് വാങ്ങാം. കെട്ടിയോനും കെട്ടിയോളും കൂടി ഇങ്ങോട്ട് വാ, സ്ഥലം വാങ്ങാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് തരാൻ. എന്റെ മനുഷ്യ ഇങ്ങനെയൊക്കെ വർത്താൻ പറഞ്ഞ നിങ്ങൾക്ക് നാണാവില്ലേ? ഇതൊക്കെ നമുക്ക് വാങ്ങാം, വാ വീട്ടിൽ പോ. നിങ്ങളുടെ കാരണവര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെ ഇപ്പൊ വന്ന് ഇവള് പോടി അവിടെന്ന്. താൻ പോടോ. എന്റെ പൊന്നു ഓമനെ കുട്ടി ചേട്ടാ, നിങ്ങൾ ചേട്ടനും മക്കളല്ലേ, ഇത് ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? ഡോഡോടോ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇവിടെ നിൽക്കണ്ട. നിങ്ങളൊക്കെ സമൂഹത്തിൽ നിലവിലുള്ള ആളുകളല്ലേ, എന്നിട്ടാണോ അങ്ങനെയൊക്കെ? എന്റെ മെമ്പറെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഈ പറമ്പ് എന്റെ ആണെന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് കേറില്ല. വകയിലൊരു ചേട്ടനായതുകൊണ്ടാണ് ഞാൻ മിണ്ടാടുക്കണേട്ടാ. അല്ലെങ്കിൽ നീ എന്നെ അങ്ങോട്ട് വലത്തും. ഒന്ന് പോടെ അവിടെന്ന്. എന്നാ നിനക്ക് എന്നെ തല്ലണോ? അതല്ലോ അരിവാളും ഭാഗത്തേക്ക് ചക്ക വെട്ടാൻ മാത്രല്ല വേണ്ടി വന്ന കഴുത്തിയാൻ പറ്റും. ഇവനെ എന്റെ അച്ഛന്റെ അനിയന്റെ മോനാ, അത് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? പിന്നെ താൻ വകയിലൊരു ചേട്ടനെന്ന് പറയുന്നത് എനിക്ക് വലിയ അഭിമാനല്ലേ. കുടുംബങ്ങളൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അത് പറഞ്ഞു തീർക്കാൻ വേണ്ടത്, അല്ലാതെ തല്ലി തീർക്കല്ല. അതൊക്കെ പറയാം നിങ്ങളാരാ? ഞാൻ ആരുമല്ല കേട്ടാ, ഇങ്ങനെ തല്ലിപിടുത്തം ഉണ്ടാവരുന്ന ആഗ്രഹമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഈ 20 സെന്റ് സ്ഥലം എന്റെ അച്ഛന്റെയാണ്. നീ ഇവിടുന്ന് പോയില്ലേ നിന്റെ കാല് ഞാൻ വെട്ടും. ഞാൻ ഒലത്തും. പുത്തൻ വീട്ടിൽ പുഷ്കരന്റെ മോൻ പുഷ്പനാണ് ഞാനെങ്കിൽ ഈ സ്ഥലം ഞാൻ സ്വന്താക്കും. അതേ പുത്തൻ വീട്ടില് സരസന്റെ മകൻ ഓമനക്കുട്ടനാണ് ഞാനെങ്കിൽ ഈ 20 സെന്റിന്ന് ഒരു ഇല പൊട്ടിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇലയും പറക്കും, ഈ പറമ്പിൽ ഞങ്ങൾ ജാതിക്കും പറക്കും. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതാക്കണതല്ലേ നല്ലത്. മെമ്പർ പഞ്ചായത്തിലെ കാര്യം നോക്ക്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യം നോക്ക്. ഇത് എന്റെ സ്ഥലമാണ്, ഇത് എനിക്ക് വേണം. ഒരു മദർ തെരേസ കളിക്കാൻ വന്നത്. ചേട്ടാ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് അവസാനിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ. ഞാനാണ് സാർ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. താനാണോ? തന്റെ പേരെന്താ? എൻ്റെ പേര് പീയൂഷ്. പീയൂഷ്. ഇവിടെ എന്താ പ്രശ്നം? എന്താ ഇവിടെ? സാറേ, പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ നല്ലതല്ല. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുക പൊള്ളിക്ക് പോയില്ലേ, താഴ്ത്തിക്ക് പോവാ. തനിക്കെതിരെ സ്റ്റേഷനിലൊരു കേസിലോ? ഇല്ല സാർ. തന്റെ പേര് പീയൂഷ് PP എന്നല്ലേ? അതെ അതെ. ഒരു കൊലപാതക ശ്രമം ഉണ്ടല്ലോ തന്റെ പേരില്. അത് സാറേ, പഞ്ചായത്ത് കിണറിൻ്റെ പക്കത്ത് ആശാനി ഇരിക്കായിരുന്നു. സ്നേഹത്തോടെ ഒരു തട്ട് തട്ടി, ആള് കിണറിൽ വീണു, പിന്നെ രക്ഷപ്പെട്ടു. ഒരു കുഴപ്പമില്ല. ഇവിടെ ശരിക്കും എന്താ പ്രശ്നം? സാറേ, ചേട്ടനേനിമാരും മക്കളവര് 20 സെന്റ് സ്ഥലമുണ്ട്. അത് 3 ലക്ഷം രൂപയ്ക്ക് കച്ചവടമായി. 60 ലക്ഷം രൂപയ്ക്ക് പൈസയുടെ പ്രശ്നമാണല്ലേ? 20 സെന്റ് സ്ഥലം 3 ലക്ഷം രൂപയ്ക്ക് 60 ലക്ഷം രൂപ അവർക്ക്. അതിന്റെ പ്രശ്നമാണല്ലേ? അതായത് അതെയാണ് മെമ്പറാ. മധ്യസ്ഥയ്ക്ക് ശ്രമിച്ചതാ, നടന്നില്ല സാർ. മെമ്പർ ഒന്ന് എന്തായി? സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നോക്കിയിട്ട് കിട്ടില്ലേ? സാർ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. ഞാൻ ഇവിടുത്തെ മെമ്പറല്ലേ, ഒരു രക്ഷയില്ല. അവർ രണ്ടുപേരും തമ്മിലാണോ പ്രശ്നം? അതെ സാർ. ഇത് പുഷ്പൻ, ഇത് ഓമന. താനൊന്ന് ഇങ്ങോട്ട് വന്നേ. തൻ്റെ പേരെന്താ? പുഷ്പൻ. തനിക്ക് എത്ര വയസ്സായി? 50 വയസ്സ്. നിങ്ങൾ ചേട്ടനിമാരും മക്കളാണല്ലേ? ഈ സ്ഥലം ഒരു 20 സെന്റ് സ്ഥലം തൻ്റെ ആണെന്നാണ് താൻ പറയണത്. നിങ്ങളുടെയാണോ അത്? പുള്ളി ചേട്ടനല്ലേ? ചേട്ടൻ. ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം? അല്ലാണ്ട് നടക്കി അത് പോവില്ല. 15 വർഷം ഈ കേസുമായിട്ട് താൻ മുന്നോട്ട് പോകും, കോടതികളിൽ കയറി ഇറങ്ങും, അമ്മാതിരി FIR ഞാനിടും. അതല്ല ഇതിപ്പോൾ ഇവിടെ തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡീല് ഞാൻ പറയും. മൊത്തം 20 സെന്റ് സ്ഥലം, ഒരു സെന്റിന് ഇപ്പോൾ 3 ലക്ഷം വെച്ചാണ് കച്ചവടമാണത്. മൊത്തം 60 ലക്ഷം രൂപ. ഇതിൽ 3-1 എനിക്ക്, അതായത് 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഈ കേസ് ഇവിടെ വെച്ച് തീരും, തനിക്ക് 40 ലക്ഷം രൂപ കിട്ടും. അല്ലെങ്കിൽ താൻ 15 വർഷം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ ആണോ? അത് നടക്കില്ല സാർ. ഞാൻ ഈ ചൂട്ടത്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിലേ ഇത് നല്ല രീതിയിൽ തീർക്കാൻ എനിക്കറിയാം. മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ തൻ്റെ പേരിൽ ഇല്ലാത്ത എല്ലാ കേസും ഞാൻ എഴുതി കയറ്റും. താൻ പറഞ്ഞോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു. ഒന്ന് ശരി സാറേ. ഓക്കെ. താനൊന്ന് വന്നേ. ഓമനക്കുട്ടൻ എന്നാണ് പേരല്ലേ? അതെ സാറേ. ഈ ഓമനത്തുള്ള പേര് വെച്ച് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ചെയ്യണോ? സാറേ, ഞങ്ങളുടെ ഒരു പറമ്പ് അത് എൻ്റെ ആണത്. അതൊക്കെ എൻ്റെ അച്ഛൻ
എഴുതി വെച്ചിട്ടുള്ളതാണ്. പുള്ളിയുടെയും പേപ്പറൊക്കെ ഉണ്ടെന്നുള്ള പറയണത്. ഇല്ല സാറേ. തനിക്ക് എത്ര വയസ്സായി? 60 വയസ്സായി സാർ. ഇപ്പൊ തനിക്ക് 60 വയസ്സായി. ഇനി ഒരു 15 കൊല്ലം, 15 അല്ല, ഒരു 20 കൊല്ലത്തോളം കോടതി കയറി ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഞാനങ്ങനെ ഉണ്ടാക്കി തരാം. വേണോ? ഇനി ഒരു 20 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് തനിക്കിത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 80 വയസ്സാവില്ലേ? തനിക്ക് ഞാനൊരു ഡീൽ പറയാം. ഇപ്പോൾ ഈ കച്ചവടം ആകാൻ പോണത് ഒരു സെൻറ്റിന് 3 ലക്ഷം രൂപ വെച്ച് 60 ലക്ഷം രൂപയ്ക്ക്. അതിൻ്റെ 1/3 അതെനിക്ക് തന്നാ നമുക്ക് ഇവിടെ എല്ലാം തീർക്കാം. ശരി എന്നാ സാർ എന്താണ് ചെയ്യും? നിങ്ങളിപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞത് 20 ലക്ഷം രൂപ വെച്ചാൽ എനിക്കത് പോരാ. ഒരു 10 ലക്ഷം രൂപ കൂടി നിങ്ങൾ തന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ തീരും. അതായത് 30 ലക്ഷം രൂപ എനിക്ക്, നിങ്ങൾ ആരാണോ 30 ലക്ഷം രൂപ എനിക്ക് തരണേ, അവിടെ പരിപാടി ഇവിടെ അവസാനം. ശരി എന്നാ. അപ്പോൾ നിങ്ങൾ അതിനും തയ്യാറാണല്ലേ? എന്നാൽ പിന്നെ 30 ലക്ഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി. മനസ്സിലായോ? ടോട്ടൽ 20 സെൻറ്റ് സ്ഥലമല്ലേ? അതിലിപ്പോൾ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ വെച്ചിട്ട് ആ 60 ലക്ഷം രൂപ പപ്പാതി നിങ്ങളങ്ങോട്ട് എടുത്തോ. എനിക്കൊന്നും വേണ്ട. എനിക്ക് ശമ്പളം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഉണ്ട് കേട്ടാ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 5000 രൂപ വെച്ച് 2 പേരും എടുത്തിട്ട് 10000 രൂപ ഒരു ഓർഫണേജ് ഉണ്ട്, കരുണാലയം. അവിടെ വിഷു ദിനത്തിൽ നാളെ അവിടെ പോയി അവിടുത്തെ കുട്ടികൾക്ക്, അനാഥ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടി പോകണം. 3 പേരും കൂടി പോയിട്ട് ആ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണം കേട്ടോ. ചേട്ടനന്യന്മാരല്ലേ, കണ്ടു പഠിക്കുക ആരില്ലാത്തവൻ്റെ വിഷമം. ഓക്കെ ഡോ, താനൊന്നും ഇങ്ങോട്ട് വന്നേ. താനേ തൻ്റെ കേസ് തീർന്നിട്ടുണ്ട്, താൻ പേടിക്കണ്ട. ആ കേസൊക്കെ അവസാനിച്ചതാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടാ. പിന്നെ താൻ പറഞ്ഞ കാര്യമില്ലേ സിഗരറ്റിൻ്റെ കാര്യം, അത് ശീലമായിരുന്നു, ദുശീലമായിരുന്നു. അത് ഉപേക്ഷിക്കാൻ പറ്റണ്ടായില്ല, പക്ഷെ ഇപ്പോൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഇടയ്ക്ക് പക്ഷേ ഈ സാധനം ചുണ്ടത്ത് വരും. അതെ വിളിക്കാറില്ല മെമ്പറേ, ഒന്നേ മെമ്പറേ. ചില കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയായിരിക്കില്ല, പക്ഷെ അതിൻ്റെ അവസാനം നല്ലതായിരിക്കും. അത് നല്ലൊരു തുടക്കമായിരിക്കും. എന്തായാലും മദർ തെരേസ കളിക്കും. ശരിയെന്നാ.